നമസ്കാരം. അവസാനം യമഹ മോട്ടോർ കമ്പനിയും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നവംബർ 12-നാണ് യമഹയുടെ 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ 2026 ആദ്യ ക്വാർട്ടറിൽ, അതായത് മാർച്ച് 31-ന് മുമ്പ് ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് അവര് അനൗൺസ് ചെയ്തിരിക്കുന്നത്. യമഹയുടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന 2 ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്ന് എയറോക്സ് ഇ ആണ്. ഇത് ഇവരുടെ എയറോക്സ് 155 എന്ന പെട്രോൾ സ്കൂട്ടറിന്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സ്പോർട്സ് സ്കൂട്ടറും കൂടിയാണ് കേട്ടോ. അതേപോലെ ഈ വണ്ടി നിർമ്മിക്കുന്നത് ഇന്ത്യ യമഹ മോട്ടോർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അടുത്തത് EC06 എന്ന മോഡലാണ്. ഈ വണ്ടി കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിവർ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നതും റിവറിന്റെ ബാംഗ്ലൂർ ഫാക്ടറിയിൽ തന്നെയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും റിവർ മൊബിലിറ്റിയുടെ ഫൗണ്ടേഴ്സ് 2 മലയാളികളാണ്, അരവിന്ദ് മണിയും വിപിൻ ജോർജും. വെരി പ്രൗഡ് ഓഫ് യു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കമ്പനി പുറത്തുവിട്ടിട്ടുള്ള ഈ 2 വണ്ടികളുടെയും ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എയറോക്സ് ഇ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു മാക്സി സ്കൂട്ടറാണ്. കുറച്ച് ബൾക്കിയാണ്. 9.4 കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബെൽ ഡ്രൈവ് ആണ് കേട്ടോ. 48 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 119 km/h ആണ്. എക്കോ, സ്റ്റാൻഡേർഡ്, പവർ എന്നീ 3 റൈഡിംഗ് മോഡുകളും ഒരു ബൂസ്റ്റ് മോഡും അതുപോലെ ഒരു റിവേഴ്സ് മോഡുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ കയറ്റം കയറുന്ന സമയത്തും ഒക്കെ കൂടുതൽ മോട്ടോർ പവർ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റ് മോഡ് കൊടുത്തിരിക്കുന്നത്. റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 1.5 kWh 2 ലിഥിയം അയൺ ബാറ്ററികളാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ 3 kWh ബാറ്ററി പാക്ക്. ഈ 2 ബാറ്ററികളും പ്ലേസ് ചെയ്തിരിക്കുന്നത് സീറ്റിന്റെ താഴെ ആയതുകൊണ്ട് തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് കുറവാണ്. ഡെപ്ത് തീരെയുമില്ല. നമുക്കൊരു ഹെൽമെറ്റ് ഒന്നും വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാറ്ററികൾ നമുക്ക് വണ്ടിയിൽ വെച്ചുകൊണ്ടും ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സ്ലോട്ടിൽ, അതായത് ഈ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പാർക്കിംഗ് സ്ലോട്ടിൽ ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഈ ബാറ്ററി നമുക്ക് ഊരി കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാം. അതിനവർ ഇതുപോലെ ഒരു ഡോക്ക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററി ആണെന്ന് പറയുകയാണെങ്കിലും വീടിനകത്ത് വെച്ച് 3 kWh വലിയൊരു ബാറ്ററി പാക്ക് തുടർച്ചയായിട്ട് ചാർജ് ചെയ്യുന്നത് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിപ്പം ഏത് കമ്പനിയുടെ ആണെങ്കിലും ശരി. വീട്ടിന്റെ അകത്ത് വെച്ച് ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നോ ഇവരുടെ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയോ ഒന്നും ഈ വണ്ടികൾ പരിചയപ്പെടുത്തിയ സമയത്ത് കമ്പനി പറഞ്ഞിട്ടില്ല. പക്ഷേ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്ന IDC റേഞ്ച് 106 km ആണ്. നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു 75 മുതൽ 85 km വരെ റേഞ്ച് പ്രതീക്ഷിക്കാം. നല്ല പവറും പെർഫോമൻസും ഒക്കെ നൽകാൻ സാധിക്കുന്ന 3 kWh മാത്രം ബാറ്ററി പാക്കുള്ള ഒരു മാക്സി സ്പോർട്ടി സ്കൂട്ടറിന് ഇതിൽ കൂടുതൽ റേഞ്ച് ഒന്നും നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വണ്ടിയല്ല ഇതെന്ന് വ്യക്തമാണ്. 14 ഇഞ്ചസിന്റെ വീലുകളാണ്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS ഉണ്ട്. മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവൽ സ്പ്രിംഗ് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. 5 ഇഞ്ചസിന്റെ ചെറിയൊരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന യമഹ എയറോക്സ് ഇയുടെ വില കമ്പനി പുറത്തു വിട്ടിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ഈ വണ്ടിക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കുറഞ്ഞ റേഞ്ചിൽ ഇത്രയും വിലയിൽ ഈ വണ്ടി എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ചില കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കാം ഈ വണ്ടി നിർമ്മിച്ചത്. ഇനിയുള്ള നമ്മുടെ പ്രതീക്ഷ റിവർ യമഹ കൊളാബറേഷനിൽ ഇറങ്ങുന്ന വണ്ടിയിലാണ്, അതായത് EC06-ൽ. എന്തായാലും നമുക്ക് നോക്കാം. EC06-ന്റെ ടെക്നിക്കൽ സ്പെക്സ് എടുത്തു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. റിവർ ഇന്ത്യയുടെ അതേ സ്പെക്സ് തന്നെയാണ് ഇതിലും. ഇനിയിപ്പോ ഡിസൈന്റെ കാര്യം നോക്കുകയാണെങ്കിലും റിവർ ഇന്ത്യയുടെ ചെറിയൊരു സാമ്യം പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. യമഹയുടെ ബാഡ്ജിംഗ് ആണ് കൊടുത്തതെന്ന് മാത്രം. 6.7 കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറാണ് EC06-ൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബെൽ ഡ്രൈവ് തന്നെയാണ്. എക്കോ, സ്റ്റാൻഡേർഡ്, പവർ എന്നീ 3 റൈഡിംഗ് മോഡുകളുള്ള ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 90 km/h ആണ്. അതേപോലെ റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട്. 4 kWh ഫിക്സ്ഡ് ലിഥിയം അയൺ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹോം പ്ലഗിൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 9 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് കമ്പനി പറയുന്നത്. ഒരു ഫുൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്ന IDC റേഞ്ച് 160 km ആണ്. അത്രയൊന്നും കിട്ടില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിച്ചാൽ ഒരു 110 മുതൽ 120 km റേഞ്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കൂടുതൽ റേഞ്ച് കിട്ടുന്നതും അതുപോലെ തന്നെ വല്ലാണ്ട് റേഞ്ച് കുറഞ്ഞു പോകുന്നതും ഒക്കെ നമ്മുടെ റൈഡിംഗ് സ്റ്റൈലിനനുസരിച്ചിരിക്കും.
റിവർ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷേ EC06 സ്പേസ് കുറവാണ്. 24.5 ലിറ്റർ ആണ് ഈ വണ്ടിയിലെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്. പിന്നെ 14 ഇഞ്ചസിന്റെ വീലുകളാണ്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. സിംഗിൾ ചാനൽ ABS ഉണ്ട്. അതേപോലെ തന്നെ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിറകിൽ ഡുവൽ സ്പ്രിംഗ് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. യമഹ EC06 വില കമ്പനി പുറത്തു വിട്ടിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ഈ വണ്ടിക്ക് നമ്മൾ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ രണ്ട് വണ്ടികളുടെയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡീറ്റെയിൽസ് ഇനിയും നമുക്ക് അറിയാനുണ്ട്. അതൊന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ ലഭിച്ച നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.